അങ്ങനെ നമ്മുടെ സീരീസിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ കുഞ്ഞു മനസ്സിൽ ഇടിച്ചു കയറിയ ബൈക്കുകൾ ഏതൊക്കെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അങ്ങനെ എൻ്റെ മനസ്സിൽ ഇടിച്ചു കയറിയ 2 ബൈക്കുകളുടെ കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഹാപ്പി പറഞ്ഞ സിനിമ ഇറങ്ങണ്ടായി, നമ്മുടെ അല്ലു അർജുൻ്റെ ആ റെഡ് കരീഷ്മ. എൻ്റെ പൊന്നെ, ഞാൻ സ്കൂൾ വിട്ട് തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്നറിയോ? ആ ബൈക്കിൽ ഇരുന്നിട്ട് വരുന്ന പോലെ ഇമാജിൻ ചെയ്തിട്ടായിരിക്കും. ഞാൻ 2 കൈ ഇങ്ങനെ നീട്ടി ഹാൻഡിൽ പിടിക്കുന്ന പോലെ ഇമാജിൻ ചെയ്തിട്ട് മൈൻഡിൽ ഇങ്ങനെ കൺമണി നിന്നിൽ കേൾക്കാതെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഞാൻ 300 മീറ്ററിൻ്റെ അടുത്ത അത്ര ഡിസ്റ്റൻസ് ഉള്ളൂ ഞാൻ പഠിക്കുന്ന സ്കൂള് വീട് തമ്മിൽ. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഓടി വരും. ധനുഷിൻ്റെ പൊല്ലാതവൻ എന്ന സിനിമയിൽ പൾസർ പീക്കിക്ക് കൊണ്ടുപോയി. വണ്ടിപ്രാന്ത് എന്നുള്ള സാധനം വളരെ പീക്കിലോട്ട് കൊണ്ടുപോയ ഒരു ബൈക്ക് മൂവിയാണ് ഈ പൊല്ലാതവൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ രജനീകാന്തിൻ്റെ ലിംഗ എന്ന സിനിമ 2014 2016 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു സ്റ്റണ്ട് സീൻ വരുന്നുണ്ട് ബൈക്കിൽ. അത് NS200 രജനീകാന്ത് ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് എൻ്റെ കയ്യിലും എൻ്റെ വീട്ടിലെൻ്റെ ഈ സ്വിച്ച് ഫോണാണ് ഉള്ളത്. എനിക്കത് ഏതാ വണ്ടിയെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് കാലം ഒരു 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞ് കയ്യിലൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽസൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ലിംഗ ലാസ്റ്റ് ഫൈറ്റ് സീൻ ബൈക്ക് ബൈക്ക് എന്നൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഞാനത് കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് പൾസറിൽ NS എന്നൊരു മോഡൽ ഉണ്ട് എന്ന് അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനൊരു NS ഫാൻ ബോയും കൂടിയാണ്. NS400 എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. അതിൻ്റെ ഫേസ് ഞാൻ പ്രതീക്ഷിച്ച അത്ര ഫേസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.